അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനികളെ, ഇന്ന് റമദാൻ ഷരീഫ് 17. ഇതുപോലത്തെ ഒരു റമദാൻ 17-ലാണല്ലോ ബദർ യുദ്ധം നടന്നത്. ഹിജറ 2-ാം വർഷം റമദാൻ 17-നാണ് ബദർ യുദ്ധം നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തേക്ക് 1445 വർഷം പൂർണ്ണമാവുകയാണ്. അവരെ ഓർക്കൽ, അവർക്ക് വേണ്ടി സദസ്സ് സംഘടിപ്പിക്കൽ, അവരുടെ ജീവിതത്തെ അനുധാവനം ചെയ്യൽ, ഇതൊക്കെയാണ് ബദരീങ്ങളോട് നാം ചെയ്യേണ്ട കടമ, ഉത്തരവാദിത്വം. അവർക്ക് അന്ന് വിജയം നേടിക്കൊടുത്തതായ സ്വഭാവ മഹിമകൾ എന്തൊക്കെയാണ്? വിശ്വാസദാർഢ്യത, ഐക്യമനോഭാവം, സമർപ്പിത മനസ്സ്. ഇതൊക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കണം. അപ്പോഴാണ് ബദരീങ്ങളോടുള്ളതായ കടമ കൃത്യമായി നിർവഹിച്ചവരായി തീരുകയുള്ളൂ. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി സദസ്സ് സംഘടിപ്പിക്കുക, ആ സദസ്സിൽ വന്നിരുന്നു കൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക, ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. അവർക്ക് അല്ലാഹു തആല കൊടുത്ത അംഗീകാരം എത്രമാത്രമാണ്? ഒരൊറ്റ സംഭവം മാത്രം ഞാൻ പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇങ്ങനെ ഒരു സദസ്സിലിരിക്കുമ്പോൾ, സദസ്സ് അത് കുടുസായ അവസ്ഥയിലാണ്, ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബദറിൽ പങ്കെടുത്തതായ സഹാബത്ത് ആ സദസ്സിലേക്ക് വന്നു. ലം യഫ്സഹ് അഹദുൻ, ആരും അവർക്ക് ഇരിക്കാനുള്ള വിശാലത ചെയ്തു കൊടുത്തില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാനസികമായി പ്രയാസം ഉണ്ടാക്കി. ബദറിൽ പങ്കെടുത്ത സഹാബത്താണല്ലോ വന്നേക്കുന്നത്, അവർക്കൊരു വിശാലത ചെയ്തു കൊടുക്കുന്നില്ലല്ലോ എന്ന് മനസ്സിൽ പ്രയാസമുണ്ടാക്കി. അപ്പോൾ നസറൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കിയതുപോലെ തന്നെ 7 ആകാശത്തിനും അപ്പുറം അല്ലാഹു തആലയ്ക്കും അത് പ്രയാസമുണ്ടാക്കി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ, തഫസ്സഹു ഫിൽ മജാലിസി, നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഒന്ന് വിശാലത ചെയ്തു കൊടുക്ക് എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ, ഫഫ്സഹു, നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്ക്, യഫ്സഹില്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. ബഹുമാനികളെ, ഇത് കൃത്യമായ നിലയിൽ നാം മനസ്സിലാക്കുകയാണെങ്കിൽ, അവിടെ വന്ന ആ സ്വഹാബത്തിന് പ്രയാസമുണ്ടായപ്പോൾ അല്ലാഹു തആല അതിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുകയാണ് ചെയ്തത്. ആലോചിച്ച് നോക്കൂ, ബദരീങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു തആല നേരിട്ട് ആയത്തിറക്കി അവരുടെ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു എന്ന് മുഫസ്സിറുകൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സഹാബത്തിന് ഇടയിൽ ബദറിൽ പങ്കെടുത്ത സഹാബത്തിന് പ്രത്യേകമായ പരിഗണനയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മാ തഉദ്ദൂന അഹ്ല ബദർ, ബദറിൽ പങ്കെടുത്ത സഹാബത്തിന് നിങ്ങൾ നൽകുന്ന സ്ഥാനം എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, ഹും അഫ്ളലുൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ അവർ ഏറ്റവും ശ്രേഷ്ഠരാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ സഹാബത്തിനിടയിൽ ഒരുപാട് ആരാധന കർമ്മങ്ങൾ ചെയ്യുന്ന സഹാബത്തുണ്ട്, അറിവുള്ള സഹാബത്തുണ്ട്. പക്ഷേ ബദറിൽ പങ്കെടുത്തു എന്ന കാരണം കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് പരിഗണന നൽകുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെ സ്നേഹിക്കൽ, അവരെ പരിഗണിക്കൽ, അവരെ ആദരിക്കൽ, അവർക്ക് വേണ്ടി സദസ്സ് സംഘടിപ്പിക്കൽ എല്ലാം നമ്മുടെ ഈമാനികമായ വിജയത്തിന് നമ്മെ സഹായിക്കുന്നതാണ്. ഈ ഒരൊറ്റ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹും അഫ്ളലുൽ മുസ്ലിമീന. ഒരുപാട് സഹാബത്തുണ്ട്, പക്ഷേ സഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കദാലിക, ഇപ്രകാരം തന്നെയാണ് നബിയെ ഞങ്ങളുടെ അവസ്ഥയും. ബദറിൽ പങ്കെടുത്ത മലക്കുകളുണ്ടല്ലോ ആകാശത്തിൽ, ഞങ്ങൾ ബദറിൽ പങ്കെടുത്ത മലക്കുകളെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഞങ്ങൾ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകൾ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുത്തു എന്നുള്ളതാണ്. ബഹുമാനികളെ, അവരെ നാം എങ്ങനെ ആദരിക്കണം? അവർക്ക് വേണ്ടിയുള്ളതായ സദസ്സുകളിൽ നാം പങ്കെടുക്കണം. അതെല്ലാം നമുക്ക് ഇന്നത്തെ ദിവസം അവരോട് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യമാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ, അവരുടെ മഹത്വം ഉയരുന്നതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യൽ, അതെല്ലാം നമുക്ക് ഉപകാരം കിട്ടുന്നതായ കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ബദരീങ്ങളെ തണൽ നൽകി അല്ലാഹു നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കാര്യങ്ങളിലെല്ലാം അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലും ബന്ധപ്പെട്ടവരിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.